ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിദ്ധാർത്ഥ് വന്നിട്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, മഹേഷിനെ കണ്ടിട്ടുണ്ടായിരുന്നെന്നും അവന് ഓട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും. അത് കേട്ടപ്പോൾ ചന്ദ്രിക്ക് വല്ലാത്ത ദേഷ്യം തോന്നുവാണ്. സർ, ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുത്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും സഹായം ചെയ്തോളൂ, എന്നാ ആ മഹേഷിന് മാത്രം ചെയ്യാതിരിക്കേ. കാരണം അയാൾ എനിക്കും മലറിനും ചെയ്ത ദ്രോഹങ്ങൾ എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാ എന്ന് എനിക്കറിയില്ല. ഓരോ ദിവസവും അയാളുടെ കൂടെ ചൂണ്ടയിലകപ്പെട്ട മീനിനെ പോലെ ഞാൻ പെടഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള അയാൾക്ക് പോയിട്ട് സഹായം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നേ? അയാളൊരു വേട്ടമൃഗത്തെ പോലെയാണ് സർ. കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ അയാളുടെ വിശപ്പിന് അയാൾ നിങ്ങളെ തന്നെ ആഹാരമാക്കും. താൻ ചെയ്ത കാര്യം ചന്ദ്രികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് സിദ്ധാർത്ഥിന് മനസ്സിലായി. അപ്പോൾ ചന്ദ്രിക അവനോട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം. അയാളുടെ അടുത്ത് നിന്ന് ഇനി പോവാതിരിക്കാനെങ്കിലും ശ്രമിക്കേ. എനിക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി സർ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക വേഗം തന്നെ മലറിന് ഭക്ഷണം കഴിക്കാൻ കൊടുത്ത പാത്രവുമായിട്ട് അവിടുന്ന് പോവാണ്. സിദ്ധാർത്ഥാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തൻ്റെ പ്രവൃത്തി ചന്ദ്രികയെ വല്ലാതെ വേദനിപ്പിച്ചു എന്നുള്ളത് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും ആ ഒരു മനസ്സമ്മതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, കല്യാണ നിശ്ചയത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ചന്ദ്രിക ഡ്രസ്സൊക്കെ സാരിയൊക്കെ മാറ്റിയിട്ടാണ് ഇരിക്കുന്നത് കണ്ണാടിക്ക് മുന്നിൽ. പക്ഷെ ആ സമയത്തൊക്കെ അവളുടെ മനസ്സിലുള്ളത് സിദ്ധാർത്ഥുമായിട്ട് ഇന്നലെ സംസാരിച്ച കാര്യങ്ങളാണ്, മഹേഷിനെ കുറിച്ചിട്ട്. മഹേഷ് ജോലിയൊന്നും ഇല്ലാതെ ഇപ്പോൾ വല്ലാതെ കഷ്ടപ്പെടുവാണ്, സിദ്ധു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാവുന്ന ബാങ്ക് മാനേജറെ കണ്ട് അവന് ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർക്കും തോറും ചന്ദ്രികയ്ക്ക് എന്തോ വല്ലാത്ത പേടി തോന്നുവാണ്. അതുകൊണ്ട് തന്നെ അവൾ വേറെ ഏതോ ഒരു ലോകത്തെന്ന പോലെയാണ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോഴേക്കും ആരതി കയ്യിൽ കുറച്ച് പൂവൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾ ചന്ദ്രികയെ വിളിച്ചത് തൊട്ടുണർത്തുകയാണ്. ഏയ് ചന്ദ്രിക, ഇനിയും കുറച്ചു നേരത്തിനുള്ളിൽ അമ്മയും സിദ്ധുവും കൂടി നിനക്ക് പൂ വെക്കാൻ വേണ്ടി വരും. നീ എന്താ ഇനിയും റെഡിയാവാതെ നിൽക്കുന്നേ? എങ്കിൽ പിന്നെ ഞാൻ നിന്നെ റെഡിയാക്കി തന്നാലോ? ഞാൻ നിന്നെ സുന്ദരിയാക്കാം. അതും പറഞ്ഞിട്ട് ആരതി തന്നെയാണ് ചന്ദ്രികയെ റെഡിയാക്കിയിരുന്നത്. ആദ്യം തന്നെ വളകളും അതിനുശേഷം കമ്മലും പിന്നീട് തലയിൽ മുല്ലപ്പൂ ഒക്കെ ചൂടിക്കൊടുക്കുവാണ്. ചന്ദ്രിക ഒരുക്കിയതിന് ശേഷം ആരതി അവസാനം ചന്ദ്രികയെ ചേർത്ത് പിടിച്ച് കണ്ണാടിയിൽ നോക്കുവാണ്. അപ്പോൾ ചന്ദ്രിക അവളോട് ചോദിക്കുന്നുണ്ട്, എന്താ ആരതി ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ ആരതി പറയുന്നുണ്ട്, എൻ്റെ കണ്ണ് തന്നെ നിനക്ക് വരുമെന്നാണ് തോന്നുന്നത് എന്ന് പറയാണ്. അത് കേട്ട് ചന്ദ്രിക പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അത്രയധികം സുന്ദരിയായിട്ടാണ് ചന്ദ്രിക ഉണ്ടായിരുന്നത്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, മനസ്സിൻ്റെ സന്തോഷം മുഖത്ത് കാണാൻ സാധിക്കുമെന്ന് പണ്ടുള്ളവർ പറയാറില്ലേ? നിന്റെ മനസ്സ് പോലെ തന്നെ നീയും അത്രയധികം സുന്ദരിയായിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രിക നാണത്തോടെ പുഞ്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ആരതി പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഇത്രയധികം സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിൽ എൻ്റെ ഏട്ടൻ സിദ്ധാർത്ഥ് ഒരുപാട് ഭാഗ്യം ചെയ്തവനാ. അപ്പോൾ ചന്ദ്രിക നാണത്തോടെ പറയാണ്, ഒന്ന് പോ ആരതി, വെറുതെ എന്നെ ഓരോന്ന് പറഞ്ഞ് ചമ്മിപ്പിക്കാതെ. അതെന്താ? ഞാൻ തന്നെ വല്ലാതെ പേടിയോടെയുള്ളത്. പേടിയോ നിനക്കോ? ആരതി ഒന്നുകൂടെ കളിയാക്കുകയാണ്. അതേ ആരതി, എന്താണെന്നറിയില്ല, എൻ്റെ നെഞ്ചൊക്കെ വല്ലാതെ മിടിക്കുക. എന്താ ചന്ദ്രിക, ഇന്നെന്താ നിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും പെണ്ണ് കാണാൻ വരികയാണോ? എൻ്റെ അമ്മയും സിദ്ധുവും തന്നെയല്ലേ നിന്നെ പെണ്ണ് കാണാൻ വരുന്നത്. അവർ നിന്നെ കാണുന്നത് നീ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആരതി. ചന്ദ്രിക എന്തോ ഒരു പേടിയോടെയാണ് സംസാരിക്കുന്നത്. മനസ്സിലായി. എത്ര ധൈര്യമുള്ള പെണ്ണാണെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒന്ന് ഭയപ്പെടും അല്ലേ? അതിൽ നിന്ന് നിനക്ക് മാത്രം രക്ഷപ്പെടാൻ എങ്ങനെയാണ് സാധിക്കുക അല്ലേ? ഇങ്ങോട്ട് നോക്ക് ചന്ദ്രിക, കല്യാണത്തിന് ശേഷം ഈ ബിസിനസ്, അതുപോലെ തന്നെ നിങ്ങളുടെ തിരക്ക്, ഓട്ടപ്പാച്ചിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നീയും സിദ്ധുവും ചേർന്ന് ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് ഹണിമൂൺ പോയിക്കോ. ഒന്ന് പോ ആരതി. ചന്ദ്രിക ചമ്മലോടെ പറയാണ്. അയ്യോ, എന്ത് പോയെന്ന്? നിങ്ങൾക്ക് മാത്രമുള്ള ഹണിമൂണിനെ പറ്റിയല്ല മാഡം പറയുന്നത്, എനിക്കും ആകാശിനും ചേർത്തിട്ടാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ ചന്ദ്രിക കളിയാക്കി ചിരിക്കുകയാണ്. ഞങ്ങളെ രണ്ടുപേരെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിട്ട് ഹണിമൂണിന് പോകണം, ഓക്കെ? അപ്പോൾ ചന്ദ്രിക തമാശയായിട്ട് പറയുന്നുണ്ട്, ശരി നോക്കാം. എന്ത് നോക്കാമെന്നോ? അതൊന്നും പറ്റില്ല. കൺഫേം ആയിട്ട് നമ്മൾ പ്ലാൻ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ 2 ജോഡികളും ചേർന്നിട്ട് യൂറോപ്പിലേക്ക് ഹണിമൂൺ പോകണം, ഓക്കെ? ആരതി ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോഴേക്കും ചന്ദ്രികയും പറയുന്നുണ്ട്, ശരി. അപ്പോഴേക്കും മലർ അങ്ങോട്ടേക്ക് വരികയാണ്. ചന്ദ്രിക ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ മലർ ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങോട്ടാ അമ്മ പോകുന്നേ? അത് കേട്ടപ്പോൾ ചന്ദ്രിക ആകെ വല്ലാതെ ആവുകയാണ്. അതുമാത്രമല്ല, ആരതി പറയുന്നുണ്ട്, അയ്യോ, ഞാനാണെങ്കിൽ മലരിൻ്റെ കാര്യം ഓർത്തതേ ഇല്ല.
മലരിനെയും കൂട്ടി ഹണിമൂണിന് പോയാൽ അത്ര നന്നാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മലരിനെ ലക്ഷ്മി ആൻറ്റിയുടെ അടുത്തേക്ക് ആക്കിയിട്ട് പോവാം. അത് കേട്ടപ്പോൾ തന്നെ മലരിൻ്റെ മുഖം ആകെ വാടിയിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ട് ചന്ദ്രിക പറയാണ്, അയ്യോ ആരതി. അപ്പോൾ ആരതി പറയുന്നുണ്ട്, അയ്യോ സോറി ചന്ദ്രിക. അപ്പോൾ മലര് സങ്കടത്തോട് ചോദിക്കുകയാണ്, അമ്മ എന്നെ കൂട്ടാതെ എങ്ങോട്ടാ അമ്മ പോകുന്നേ? ഏയ് അങ്ങനെയൊന്നും ഇല്ലടാ ആരതി, ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാ. പക്ഷേ മലരിൻ്റെ മുഖത്ത് നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ മലരിനെ ചേർത്ത് നിർത്തിയിട്ട് ചന്ദ്രിക ചോദിക്കുകയാണ്, ഇതെന്താ മോൾ ഈ ഡ്രസ്സിൽ നിൽക്കുന്നേ? അമ്മ ഡ്രസ്സ് മാറ്റി തലയിൽ പൂവൊക്കെ വെച്ച് സുന്ദരിയാക്കി തരാം. മലര് ചിരിച്ചുകൊണ്ട് ചന്ദ്രികയുടെ കൂടെ പോവുകയാണ്. ചന്ദ്രിക മലരിനെ ഒരുക്കുന്ന സമയം കൊണ്ട് സിദ്ധാർത്ഥ് റെഡിയായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജാനകി സിദ്ധുവിൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സിദ്ധു, അമ്മ റെഡിയായോ? ഞാൻ റെഡിയായമ്മ. എങ്കിൽ വാ, നല്ല സമയം കഴിയുന്നതിന് മുമ്പ് നമുക്ക് പോയി പൂ കൊടുക്കാം. ശരിയമ്മ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, സിദ്ധു, ഇപ്പോഴാണ് നീ ആഗ്രഹിച്ചതുപോലെ നിനക്കും ചന്ദ്രികയ്ക്കുള്ള വിവാഹം നടക്കാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ മോന് സന്തോഷമായോ? അപ്പോൾ സിദ്ധുവിൻ്റെ മുഖത്താകെ ഒരു സങ്കടം വരുന്നുണ്ടായിരുന്നു. അവൻ പറയാണ്, അമ്മ ചന്ദ്രികയെ അമ്മ മരുമകളായിട്ട് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ഭയത്തിൽ ഞാൻ എപ്പോഴും വല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ ഇത്ര പെട്ടെന്ന് അമ്മയുടെ മനസ്സ് മാറുമെന്ന് സത്യമായിട്ടും ഞാൻ മനസ്സ് പോലും കരുതിയില്ലമ്മ. സിദ്ധു സന്തോഷത്തോടെ പറഞ്ഞിട്ട് അമ്മയുടെ കവിളിൽ തലോടുവാണ്. അപ്പോൾ ജാനകി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ചന്ദ്രികയെ തെറ്റിദ്ധരിക്കാൻ ഏറ്റവും വലിയ കാരണം മേഘയാണ് മോനെ. മേഘ ചന്ദ്രികയെക്കുറിച്ച് പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് എനിക്ക് ചന്ദ്രികയോടുള്ള വെറുപ്പ് ദിവസം കൂടുന്തോറും കൂടിക്കൊണ്ടേയിരുന്നത്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇപ്പോഴെങ്കിലും എനിക്ക് ചന്ദ്രികയെ മനസ്സിലാക്കാൻ പറ്റി. ജാനകി ചെറിയൊരു കുറ്റബോധത്തോടെയും സന്തോഷത്തോടും കൂടി പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥും അത് കേട്ട് പുഞ്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ആരതി അങ്ങോട്ടേക്ക് വന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ ഔട്ട്ഫിറ്റ് നോക്കുകയാണ്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ മുണ്ടും ഷർട്ടുമൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആരതി കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, എന്താ ഏട്ടാ, മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ ഇന്ന് തന്നെ കല്യാണത്തിനുള്ള ഒരുക്കാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് അവളെ പിച്ചുവാണ്. മക്കളുടെ ആ ഒരു കുസൃതി കാണുന്ന സമയത്ത് ജാനകി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരതി അമ്മയോട് പറയാണ്, അമ്മ എനിക്ക് തോന്നുന്നത് ഇന്ന് സിദ്ധു ചന്ദ്രികയെ പെണ്ണ് കാണാൻ വരുന്നതാണെന്നല്ല തോന്നുന്നത്. ഇന്ന് തന്നെ കയ്യോടെ താലി കെട്ടിയിട്ട് ചന്ദ്രികയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു കേട്ടതും ജാനകിയും ചിരിക്കുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ അവൾ തമാശയാക്കിയതുകൊണ്ട് അവളെ പിച്ചുന്നുണ്ടായിരുന്നു. എന്നെ കളിയാക്കാതെ നിനക്ക് ഉറക്കം വരുന്നില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ അവളുടെ കൈക്കിട്ടൊരു കുത്തു കൊടുക്കുകയാണ്. ജാനകി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, അമ്മ എനിക്ക് വേദനിക്കുന്നുണ്ട്. ശരി, സമയമായി, നിങ്ങൾ രണ്ടുപേരും വാ. ആരതിയോട് താമ്പൂലത്തട്ടെടുക്കാൻ പറയാണ്. അപ്പോഴേക്കും സിദ്ധാർത്ഥാണ് അമ്മയെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അതേസമയം മഹേന്ദ്രനും മുത്തശ്ശനും ആ ഒരു ഹാളിൽ ഇരിക്കുകയാണ്. മഹേന്ദ്ര, എല്ലാവരും റെഡിയായോ? അതെ അച്ഛാ, എല്ലാവരും റെഡിയായി. അതല്ല മോനെ, നല്ല സമയം അവസാനിക്കുന്നതിന് മുമ്പ് കല്യാണത്തിനുള്ള തീയതി നിശ്ചയിക്കണമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോഴേക്കും ആരതി താമ്പൂലത്തട്ടുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളതവിടെ വെച്ചിട്ട് നിൽക്കുകയാണ്. ജാനകിയും കൂട്ടിക്കൊണ്ട് പിന്നാലെ സിദ്ധാർത്ഥുണ്ട്. സിദ്ധാർത്ഥിനെ കണ്ട സമയത്ത് മഹേന്ദ്രൻ എഴുന്നേറ്റ് നിന്നിട്ട് സിദ്ധാർത്ഥിനോട് അവിടെ ഇരിക്കാൻ പറയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്കിൾ. മുത്തശ്ശനും പറയാണ്, ഏയ് എന്തിനാ സിദ്ധു ഇങ്ങനെ നിൽക്കുന്നത്, അവിടെ ഇരിക്കാൻ നോക്ക്. സിദ്ധു ആണെങ്കിൽ ബഹുമാനത്തോടെയും നാണത്തോടെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ആരതിയും പറയുന്നുണ്ട്, നാണത്തോടെ നിൽക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഹേന്ദ്രനും വന്നിട്ട് സിദ്ധാർത്ഥിനോട് അവിടെ പിടിച്ചിരുത്തുകയാണ്. എന്തിനാ മോനെ നാണത്തോടെ നിൽക്കുന്നത്, വന്ന് ഇരിക്കേ, മുത്തശ്ശൻ പറയാണ്. അപ്പോൾ മാത്രമല്ല അദ്ദേഹം തമാശയായിട്ട് പറയുന്നുണ്ട്, ഓ കല്യാണ ചെറുക്കനായപ്പോഴേക്കും നാണമൊക്കെ വന്നോ? സിദ്ധുവിന് ചെറുതായിട്ടൊരു ചമ്മലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ആരതി പറയുന്നുണ്ട്, പുതിയ ചെറുക്കനല്ലേ, അപ്പോൾ പിന്നെ നാണമൊക്കെ കാണും. അപ്പോഴേക്കും ലക്ഷ്മിയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിലും ഒരു തട്ടുണ്ടായിരുന്നു. അവരുടെ ആചാരപ്രകാരം കല്യാണം നിശ്ചയിക്കുന്ന സമയത്ത് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പൂവൊക്കെ വെച്ചിട്ടുള്ളൊരു തട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമായിരുന്നല്ലോ. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രിക റെഡി ആയിട്ടുണ്ടെങ്കിൽ അവളെ കൂട്ടിയിട്ട് വാ, ഇപ്പം തന്നെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ചന്ദ്രികയെ കൂട്ടാൻ വേണ്ടി പോവാണ്. അതേസമയം ചന്ദ്രിക മലരിനെ ഒരുക്കിയിട്ട് പൂവൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് സുന്ദരിക്കുട്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് മലര് ചോദിക്കുന്നുണ്ട്, അമ്മ നമ്മൾ എന്തിനാ അമ്മ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത്, നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോവാണോ? ചന്ദ്രികയ്ക്ക് മലരിനോട് എങ്ങനെയാണ് കാര്യം അവതരിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു പതർച്ച അവളിൽ ഉണ്ടായിരുന്നു. മലരാണെങ്കിൽ അമ്മയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതാണോ, നമ്മൾ പുറത്തോട്ട് എങ്ങോട്ടും പോകുന്നില്ല. ചന്ദ്രിക ഇങ്ങനെ വിക്കി വിക്കി പറയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്ത് ദിവസം അമ്മ അത്?
ചന്ദ്രിക ആകെ ഇങ്ങനെ പതർച്ചയോടെ നിൽക്കുകയാണ്. അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഞാൻ ഇക്കാര്യം മലറിനോടൊന്ന് പറയുക. ചന്ദ്രികയ്ക്ക് പറയാൻ മടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവസാനം അവൾ പറയുന്നുണ്ട്, കുറച്ചു നേരം കൊണ്ട് മോൾക്ക് തന്നെ മനസ്സിലാവും. പക്ഷേ മലര് വീണ്ടും പറയാണ്, എന്താന്ന് പറയമ്മ, എനിക്ക് എങ്ങനെയാന്ന് നിന്നോട് പറയേണ്ടതെന്ന് അറിയില്ലടാ. മോള് തന്നെ താഴെ വന്നിട്ട് നേരിട്ട് കണ്ടോ. അപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ടതുകൊണ്ട് തന്നെ ലക്ഷ്മി മലറിനോട് ചോദിക്കുകയാണ്, എന്താടാ മലർ, അമ്മ പുതിയ ഡ്രസ്സും മുല്ലപ്പൂവൊക്കെ എന്തിനാ വെച്ചതെന്ന് അറിയണോ? അതേ മുത്തശ്ശി, ഇന്ന് ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹ നിശ്ചയമാണ്. അവർ തമ്മിലുള്ള കല്യാണം തീരുമാനിക്കുന്ന ദിവസം. അത് കേട്ട സമയത്ത് മലറിൻ്റെ മുഖം ആകെ വാടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം മലർ തിരിഞ്ഞ് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മയുടെ കല്യാണം കഴിഞ്ഞാൽ അമ്മ എന്നെ വിട്ടിട്ട് പോവോ അമ്മ? അത് കേട്ട സമയത്ത് ചന്ദ്രികയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. അവൾ നേരെ ലക്ഷ്മിയാണ് നോക്കുന്നത്. ലക്ഷ്മിക്കും എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ചന്ദ്രിക സ്നേഹത്തോടെ മകളുടെ അടുത്ത് മുട്ടുകുത്തി ഇരുന്നിട്ട് പറയുന്നുണ്ട്, അമ്മ മോളെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ലടാ. അത് കേട്ടപ്പോൾ മലര അമ്മയുടെ കവിളിൽ ഉമ്മ വെക്കുകയാണ്. അമ്മ മോളുടെ കൂടെ തന്നെ എപ്പോഴും കാണും. സിദ്ധു സാറ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവില്ലേടാ. പക്ഷേ മലറിൻ്റെ മുഖത്ത് ഒരു തെളിച്ചം ഉണ്ടായിരുന്നില്ല. ഇനി എങ്ങനെയാണ് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നറിയാതെ നിൽക്കുകയാണ് ചന്ദ്രിക. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അതേ മലർ, ഇതുവരെ ചന്ദ്രിക സ്വന്തമായിട്ടല്ലേ മോളെ നോക്കിയത്. ഇനി അങ്ങോട്ട് സിദ്ധുവും ചേർന്നിട്ടാണ് മോളെ നോക്കുക. പക്ഷേ മലറിൻ്റെ മുഖത്ത് അപ്പോഴും ഒരു സന്തോഷവും ഇല്ല. അപ്പോൾ ലക്ഷ്മി ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രിക വാ താഴേക്ക് പോവാം. എന്നിട്ട് മലറിനെയും വിളിക്കുകയാണ്. ചന്ദ്രികയും മലറിനെയും കൂട്ടിയിട്ട് ലക്ഷ്മിയും മലരും ചന്ദ്രികയും കൂടെ താഴേക്ക് പോകുന്നുണ്ടായിരുന്നു. അതേസമയം മുത്തശ്ശനും മഹേന്ദ്രനൊക്കെ ചേർന്നിട്ട് സിദ്ധുവിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്താ കല്യാണ ചെറുക്ക, ആകെ ഒരു നാണമൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. എല്ലാവരും അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടിട്ട് സിദ്ധുവിനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ജാനകിയും ആരതിയും ഒക്കെ. അപ്പോൾ സിദ്ധു ആണെങ്കിൽ നാണത്തോടെ പറയുന്നുണ്ട്, മുത്തശ്ശ അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശ, വെറുതെ ഇരിക്കേ. അവന് വല്ലാത്ത നാണം വരുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ചന്ദ്രികയും കൂട്ടിയിട്ട് മലരും ലക്ഷ്മിയും താഴേക്ക് വരുന്നത്. ചന്ദ്രികയെ കണ്ടപ്പോൾ സിദ്ധാർത്ഥന് വല്ലാത്ത അതിശയാണ് തോന്നുന്നത്. കാരണം അത്രയധികം സുന്ദരിയായിട്ടുണ്ടായിരുന്നു അവൾ ഒരുങ്ങിയപ്പോഴേക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. സിദ്ധു ആണെങ്കിൽ കണ്ണി വയ്ക്കാതെ ചന്ദ്രികയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി അവളോട് പറയുന്നുണ്ട്, വലിയ ആൾക്കാരുടെ ഒക്കെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി. ആദ്യം മുത്തശ്ശൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയ സമയത്ത് അദ്ദേഹം അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരുപാട് കാലം ദീർഘസുമംഗലിയായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം ജാനകിയുടെ കാൽ തൊട്ട് തൊഴാനാണ് പോകുന്നത്. ജാനകിയും പറയുന്നുണ്ട്, നന്നായിട്ട് വരട്ടെ ചന്ദ്രിക, നിന്റെ നല്ല മനസ്സ് കാരണം നീ എപ്പോഴും നന്നായിട്ട് തന്നെ വരും. നിന്റെ അച്ഛനോടും അമ്മയോടും അനുഗ്രഹം വാങ്ങിക്കേ. അതിനുശേഷം ചന്ദ്രിക അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. അവർ രണ്ടുപേരും അനുഗ്രഹിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് മോളുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. അപ്പോൾ ജാനകി പറയാണ്, ചന്ദ്രിക സിദ്ധാർത്ഥിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കും മോളെ. അത് കേട്ടപ്പോൾ തന്നെ ചന്ദ്രികയ്ക്ക് ആകെ ഒരു നാണം തോന്നുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഞാൻ പിന്നെ ഇരുന്നോളാം അമ്മായി. ചന്ദ്രികയ്ക്ക് ആകെ നാണാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകി വീണ്ടും പറയാണ് പോയി ഇരിക്കാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല അമ്മായി. ചന്ദ്രിക സിദ്ധുവിൻ്റെ അടുത്ത് പോയി ഇരിക്കും മോളെ. ലക്ഷ്മിയും പറയാണ്, സാരയില്ല അമ്മ. ചന്ദ്രിക ആകെ നാണത്തോടെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയാണ്, ഇങ്ങോട്ട് നോക്കും മോളെ, ഇപ്പം നീ പോയി അവൻ്റെ അടുത്ത് ഇരുന്നില്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് വന്ന് നിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. അതും പറഞ്ഞ് അദ്ദേഹം ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ ചിരിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രികയും നാണത്തോടെ നിൽക്കുകയാണ്, സിദ്ധാർത്ഥും. അപ്പോൾ മഹേന്ദ്രൻ ചന്ദ്രികയോട് പറയുന്നുണ്ട്, മോളെ നീ പോയി അവൻ്റെ അടുത്തിരിക്കേ, അല്ലെങ്കിൽ അവൻ വന്ന് എന്ന് പറഞ്ഞപ്പോഴേക്കും ആരതി പറയാണ്, കറക്റ്റ്. അങ്ങനെ അച്ഛനും കൂടെ പറഞ്ഞതോടെ ചന്ദ്രിക പോയിട്ട് സിദ്ധാർത്ഥിൻ്റെ അടുത്തിരിക്കുകയാണ്. രണ്ടുപേരും മുഖത്തോട് മുഖം പ്രണയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും. അപ്പോൾ ആരതിയും പറയുന്നുണ്ട്, ഈ നാണമൊക്കെ എത്ര ദിവസം ഉണ്ടാവുമെന്ന് ഞാനും ഒന്ന് കാണട്ടെ. അയ്യോ ആരതി മിണ്ടാതെ നിൽക്ക്, ചന്ദ്രിക നാണത്തോടെ പറയാണ്. അതേ ആരതി, മുത്തശ്ശൻ പറയുന്നുണ്ട്, ചന്ദ്രികയുടെ അടുത്ത് നിന്ന് കുറച്ചൊക്കെ പഠിച്ചോ, നിനക്ക് നാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആരതിയെ ട്രോളുവാണ്. അത് കേട്ട സമയത്ത് ചന്ദ്രികയും സിദ്ധുവൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പം ആരതി ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ മുത്തശ്ശ എന്നെ നാണം കെടുത്താതെ. അപ്പോൾ അത് കേട്ട് മുത്തശ്ശനും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും മലരും അവരുടെ അടുത്തേക്ക് വരികയാണ്. സിദ്ധു പറയുന്നുണ്ട് മലരിനോട് സിദ്ധുവിൻ്റെ അടുത്തിരിക്കാൻ. പക്ഷേ അവൾ പറയുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തിരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയുടെ അടുത്താണ് ഇരിക്കുന്നത്. ശരി. അപ്പോഴേക്കും ലക്ഷ്മി ജാനകിയോട് പറയാണ്, ജാനകി നല്ല സമയം കഴിയുന്നതിന് മുമ്പ് നിൻ്റെ കൈകൊണ്ട് തന്നെ ചന്ദ്രികയ്ക്ക് പൂവ് കൊടുത്തിട്ട് സംസാരിക്കാം നമുക്ക്. ശരി ഏട്ടത്തി അമ്മേ എന്ന് പറഞ്ഞതിന് ശേഷം ആരതിയോട് ആ തട്ടെടുത്ത് കൊടുക്കാൻ പറയാണ്. അങ്ങനെ ആ ഒരു താമ്പൂലത്തട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മഹേന്ദ്രനും ലക്ഷ്മിയും നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ജാനകി പറയാണ്, ഏട്ടാ
എൻ്റെ മകൻ സിദ്ധാർത്ഥിന് നിങ്ങളുടെ മകൾ ചന്ദ്രികയെ വിവാഹം ചെയ്തു തരുവേട്ടാ. അത് കേട്ട് മഹേന്ദ്രൻ ലക്ഷ്മിയും സന്തോഷത്തോടെ അഭിമാനത്തോടെ നിൽക്കുകയാണ്. ചന്ദ്രിക എൻ്റെ വീട്ടിലെ മരുമകളായിട്ട് തരുവേട്ടാ. ചന്ദ്രികയും സിദ്ധുവും പരസ്പരം നോക്കി പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ജാനകി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു തട്ട് വാങ്ങിച്ചുകൊണ്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, ശരി മോളെ, നീ ചോദിച്ചതുപോലെ തന്നെ എൻ്റെ മകൾ ചന്ദ്രികയെ നിൻ്റെ മകൻ സിദ്ധാർത്ഥിന് വേണ്ടിയിട്ട് ഞാൻ മരുമകളായിട്ട് തന്നിരിക്കുകയാണ്. ഒഫീഷ്യലി ഒരു പെണ്ണ് കാണൽ എന്ന രീതിയിലാണ് അവർ ആ ചടങ്ങ് നടത്തുന്നത്. പരസ്പരം പെണ്ണിനെയും ചെക്കനെയും ഇഷ്ടപ്പെടുകയും വീട്ടുകാർക്ക് സമ്മതമാവുകയാണെങ്കിൽ ആ ഒരു തട്ട് പരസ്പരം മാറ്റി കൊടുക്കണം. അപ്പോൾ മഹേന്ദ്രൻ ജാനകി കൊടുത്ത ആ ഒരു താമ്പൂല തട്ട് വാങ്ങിയതിന് ശേഷം ലക്ഷ്മി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു തട്ട് ജാനകിക്ക് തിരിച്ചു കൊടുക്കുവാണ്. അത് കണ്ടപ്പോഴാണ് ആരതിക്കും സിദ്ധുവിനും ചന്ദ്രികയ്ക്കൊക്കെ സന്തോഷമായത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ചന്ദ്രികയ്ക്ക് നീ പൂവ് വെച്ച് കൊടുക്കുമോളെ. ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് ആരതിയോട് പൂവെടുത്ത് കൊടുക്കാൻ പറയാണ്. കുറച്ച് മുല്ലപ്പൂ എടുത്തിട്ട് ചന്ദ്രികയോട് വരാൻ പറയുന്നുണ്ടായിരുന്നു. ചന്ദ്രിക വന്നിട്ട് ജാനകിയുടെ അടുത്തായിട്ട് ഇരുന്ന സമയത്ത് ജാനകി ചന്ദ്രികയുടെ തലയിലായിട്ട് ആ ഒരു പൂ വെച്ച് കൊടുക്കുകയാണ്. ആ സമയത്ത് അവർക്കതൊരു വലിയ ചടങ്ങ് തന്നെയായിരുന്നു. എല്ലാവരും മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.